ഹണി ബീഫ് ചില്ലിയാണ് കേട്ടോ ഇന്നത്തെ സ്പെഷ്യൽ. ഉണ്ടാക്കിയാലോ? അപ്പൊ ആദ്യം തന്നെ നമുക്ക് കഴുകി വൃത്തിയാക്കിയെടുത്ത ബീഫിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ഉപ്പും മുളകും കുരുമുളക് പൊടിയെല്ലാം ഇട്ടിട്ട് വേവിച്ചെടുക്കാം. എന്നിട്ട് അത് നമുക്ക് ഇതുപോലെ നീളത്തിൽ മുറിച്ചെടുക്കാട്ടാ. ഇനി നമ്മളെ വെജിറ്റബിൾസ് കട്ട് ചെയ്തെടുക്കാൻ ഞാനിപ്പോൾ ഇത്രയും വെജിറ്റബിൾസ് എടുത്തിട്ടുണ്ട്. ഇതും നമ്മൾ അതേ സൈസിൽ അതേ ഷേപ്പിൽ തന്നെ കട്ട് ചെയ്യേണ്ടത് നീളത്തിൽ. ജിഞ്ചറും ഗാർലിക്കും മാത്രം ചോപ്പ് ചെയ്തെടുക്കുക, ബാക്കിയെല്ലാം ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തെടുക്കുക. എന്നാണ് നീളത്തിൽ കട്ട് ചെയ്യണമെന്നുള്ളതിൽ ഏകദേശം കിട്ടിക്കോട്ട് വെച്ചിട്ടാണ് ഇത്ര ആഡ് ചെയ്യുന്നത്. ഇപ്പൊ ഉള്ളിലെ ഉള്ളിൽ എടുക്കുന്ന ഈ സാധനം ഉണ്ടല്ലോ, അത് നമുക്ക് ഫ്രൈഡ് റൈസിന് വേണ്ടിയിട്ട് ചോപ്പ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാം. ബാക്കിയെല്ലാം നീളത്തിൽ കട്ട്. അങ്ങനെ വെജിറ്റബിൾസ് എല്ലാം കട്ട് ചെയ്ത് റെഡിയാക്കിയിട്ടുണ്ട്. ബാക്കി അതിനെല്ലാം വന്ന ഭാഗം വെച്ചിട്ട് നമുക്ക് ഫ്രൈഡ് റൈസിന് വേണ്ടിയിട്ട് ചോപ്പ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് അതും റെഡി. നമ്മൾ നീളത്തിൽ കട്ട് ചെയ്തിട്ടുള്ള ബീഫിലേക്ക് നമ്മൾ പൊടി ഇട്ട് കൊടുക്കണം. ഇതാണ് നമ്മളെ മെയിൻ ഐറ്റം, ഹണി പെരി പെരി മസാല. ഇത് നമ്മളെ ടർക്കിഷിന്റെ മസാലയാണ്. ഇത് വെച്ചിട്ടാണ് നമ്മൾ ഹണി ബീഫ് ചില്ലി ഉണ്ടാക്കുന്നത്. ടർക്കിഷിന്റെ തന്നെ കുറെ ഫ്ലേവർ മസാല പൗഡേഴ്സ് ഇറങ്ങിയിട്ടുണ്ട്. ട്രൈ ചെയ്യാത്തുണ്ടെങ്കിൽ എന്തായാലും ട്രൈ ചെയ്യാം. പ്രത്യേകിച്ച് ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമായി, കാരണം നല്ല എരിവും ഉണ്ട്, ചെറിയൊരു ഹണിന്റെ ഫ്ലേവറും ഉണ്ട്. സോ ഇങ്ങനത്തെ എല്ലാം സാധനം ഉണ്ടാക്കാൻ വേണ്ടി ഇത് സെറ്റാണ്. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തതിനു ശേഷം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം, കുറച്ച് കോൺഫ്ലോറും കൂടി ഇട്ടിട്ട്. ഇനി നമുക്ക് സോസ് ഉണ്ടാക്കാം. അതിനായിട്ട് ആ ഒരു ഫ്രൈ ചെയ്ത ഓയിലേക്ക് ജിഞ്ചറും ഗാർലിക്കും ഇട്ടിട്ട് നല്ലോണം സോട്ട് ചെയ്തതിനു ശേഷം നമ്മൾ വെജിറ്റബിൾസ് ഇടുക, കുറച്ച് ഉപ്പിടുക, പഞ്ചസാര ഇടുക, പിന്നെ അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കാം, പിന്നെ സോയാ സോസും നമ്മൾ ടൊമാറ്റോ സോസും ഒഴിക്കാം, പിന്നെ കോൺഫ്ലവർ കലക്കിയിട്ടുള്ള വെള്ളം കൂടെ ഒഴിച്ച് കഴിഞ്ഞാൽ സംഭവം ഇതാ സോസിന്റെ പരുവത്തിലായി കിട്ടും. പിന്നെ നമ്മൾ നേരത്തെ ഇട്ട് ഹണി പെരി പെരി മസാല പൗഡറും കൂടി ഇട്ട് കൊടുക്കുക. ലാസ്റ്റ് ആയിട്ട് ഫ്രൈ ചെയ്തിട്ടുള്ള ബീഫും കൂടി ഇട്ടിട്ട് മല്ലിച്ചപ്പും വൈറ്റ് എള്ളും കൂടി ഉണ്ടെങ്കിൽ അതും കൂടെ സെറ്റ്. പിന്നെ നമ്മൾ സ്പ്രിംഗ് ഓനിയൻ ഉണ്ടെങ്കിൽ അതും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ. പിന്നെ ഇത് ഫ്രൈഡ് റൈസിന്റെ കൂടെ പിടിക്കാനാണ് എനിക്ക് ഇഷ്ടം. നിങ്ങൾക്ക് ഇത് നല്ല പൊറോട്ടയുടെ കൂടി ട്രൈ ചെയ്യാട്ടാ.